ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ. മസ്കറ്റ് ഗവർണറേറ്റിന്റെ തീരത്ത് നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ റിപ്പബ്ലിക് ഓഫ് മാർഷൽ ദ്വീപുകളുടെ പതാക വഹിച്ചുള്ള എണ്ണ ടാങ്കറിന് നേരെ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ ഒരു ക്രൂ അംഗം മരിച്ചു. ആക്രമണത്തെ തുടർന്ന് തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായതായി അധികൃതർ. എങ്ങോട്ടാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ സങ്കീർണവും ഭയാനകവുമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പുറത്തുവരുന്ന വാർത്തകൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ആ രണ്ട് സുപ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നതിനേക്കാൾ ഇത് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. IRGC ഉന്നയിക്കുന്ന ഏറ്റവും പുതിയ അവകാശവാദം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി തങ്ങൾ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ്. ഖൈബർ ഷെക്കിയാൻ എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിഡിൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിൽ തങ്ങൾ പ്രഹരമേൽപ്പിച്ചത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സോ മറ്റ് ഔദ്യോഗിക ഏജൻസികളോ ഇതുവരെയും ഒരു സ്ഥിരീകരണവും നൽകാൻ തയ്യാറായിട്ടില്ല. ഈ നിശബ്ദതയാണ് ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി എവിടെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത ഈ സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇറാന്റെ പരമോന്നത സമിതിയിലെ അംഗവും ഇടക്കാല പരമോന്നത നേതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആയത്തുള്ള അലി റേസെ അറാഫി കൊല്ലപ്പെട്ടു എന്ന പ്രഖ്യാപനമാണത്. ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 അനുസരിച്ച് രൂപീകരിച്ച 3 അംഗ നേതൃത്വ കൗൺസിലിലെ ഏറ്റവും സുപ്രധാനിയായ വ്യക്തിയാണ് ഇദ്ദേഹം. ടെഹ്റാനിൽ വെച്ചുണ്ടായ ആക്രമണത്തിലാണ് 67കാരനായ ഈ പുരോഹിതൻ വധിക്കപ്പെട്ടതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തലവനെ ലക്ഷ്യമിട്ട് ഇറാൻ നീങ്ങുമ്പോൾ മറുവശത്ത് ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള തിരിച്ചടികളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. യുദ്ധത്തിന്റെ ഈ പുതിയ തലം കേവലം സൈനിക നീക്കങ്ങൾക്കപ്പുറം വ്യക്തിഗതമായ വേട്ടയാടലുകളിലേക്ക് മാറുകയാണ്. ഹിസ്ബുള്ള തലവനെയും ഹമാസ് നേതാക്കളെയും വകവരുത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്രയേൽ ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഗോലാം ഹുസൈൻ എന്നിവരെയും തങ്ങളുടെ ലക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിലെ ഓയിൽ ടാങ്കറുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളും സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക ആസ്ഥാനത്തിന് നേരെയുണ്ടായ പ്രഹരങ്ങളും സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം പ്രാദേശികമായ ഒന്നിൽ നിന്ന് ആഗോള തലത്തിലേക്ക് പടരുകയാണ് എന്നതാണ്. ഏറ്റവും ഭയാനകമായ വാർത്ത വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രമായ നട്ടാൻസിൽ നിന്നാണ്. ഇവിടുത്തെ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടന്നതായും ആണവ പ്രസരണം തൽക്കാലമില്ലെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുമ്പോഴും അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇസ്രായേലിന്റെ ഏത് പ്രതിരോധ കവചത്തെയും തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ആധിപത്യം ഉറപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഇസ്രയേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും റവല്യൂഷണറി ഗാർഡ് കോഴ്സ് ഈ വിഷയത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അലി റേസെ അറാഫിയുടെ മരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒന്നായിരിക്കും. ഭരണഘടനയുടെ 111 വകുപ്പ് പ്രകാരം മറ്റൊരു നേതൃത്വത്തെ ഉടൻ കണ്ടെത്തുക എന്നത് ഇറാൻ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയാണ്.
പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഓരോ ചലനങ്ങളും ഇപ്പോൾ ഒരു സജീവമായ അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറയേണ്ടി വരും. പുറമെ ശാന്തമെന്ന് തോന്നിക്കുമ്പോഴും അതിന്റെ ഉള്ളറകളിൽ രൂപം കൊള്ളുന്ന ലാവാപ്രഭാവം ഏത് നിമിഷവും ഒരു മഹാവിസ്ഫോടനത്തിലേക്ക് വഴിമാറാവുന്ന രീതിയിൽ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയിരിക്കുന്നു. ആഗോള ശക്തികളുടെ കരുനീക്കങ്ങളും പ്രാദേശികമായ പോരാട്ടങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ സങ്കീർണ അവസ്ഥ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടന്ന ആക്രമണവും ഇറാന്റെ താൽക്കാലിക പരമോന്നത നേതാവ് ആയത്തുള്ള അലി റേസെ അറാഫിയുടെ വധവാർത്തയും സൃഷ്ടിച്ചിരിക്കുന്ന ശൂന്യത അതിഭയാനകമാണ്. ഈ രണ്ട് നിർണായക വ്യക്തിത്വങ്ങളുടെ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരുന്നത് വരെ ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് ഇസ്രയേൽ എന്ന സൈനിക ശക്തിയുടെ തലവനും മറുഭാഗത്താകട്ടെ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വവും ഒരേ സമയം നിശബ്ദമാക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുക എന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ സന്തുലിതാവസ്ഥയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിൽ IRGC നടത്തിയ മിസൈൽ പ്രഹരവും അതിന് മറുപടിയായി ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയെന്ന് കരുതപ്പെടുന്ന ഓപ്പറേഷനുകളും തെളിയിക്കുന്നത് ശത്രുവിന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോലും കടന്നു ചെന്ന് പ്രഹരിക്കാൻ ഇരുവിഭാഗവും പ്രാപ്തരായിരിക്കുന്നു എന്നതാണ്. ഈ രണ്ട് പ്രമുഖ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചിരുന്ന വരും ദിവസങ്ങളിലെ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുമെന്നതിൽ ഉറപ്പാണ്. നെതന്യാഹുവിന്റെ അസാന്നിധ്യം ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഗാസ മുതൽ ലെബനൻ വരെയുള്ള അവരുടെ സൈനിക നീക്കങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ പാരമ്പര്യവും പ്രൗഢിയുമുള്ള ഇറാന്റെ ഭരണഘടനയുടെ 111 വകുപ്പ് പ്രകാരം രൂപീകരിച്ച നേതൃത്വ കൗൺസിലിലെ പ്രധാനി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഇറാനിലെ ജനതയ്ക്കും അവിടുത്തെ ഭരണകൂടത്തിനും നൽകുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ഈ നിഗൂഢത തുടരുന്ന ഓരോ നിമിഷവും പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. ഭരണാധികാരികളുടെ സുരക്ഷയും രാജ്യത്തിന്റെ പരമാധികാരവും ഒരേപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന നീക്കങ്ങൾ ഒരുപക്ഷെ ലോക സമാധാനത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി മാറിയേക്കാം. ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഒരു അതിർത്തി തർക്കത്തിനല്ല, മറിച്ച് ആഗോള ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിഭീമമായ ഒരു അധികാര വടംവലിക്കാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടന്ന ആക്രമണമായാലും ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവരുടെ വധമായാലും ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിലേക്കാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാൻ ഒരുപക്ഷെ ഇനിയും സമയമെടുത്തേക്കാം. എന്നാൽ പശ്ചിമേഷ്യയുടെ ഭൂപടം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താനും കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്.